മോനെ പെണ്ണ് കെട്ടണമെന്നുള്ള മോഹം നിനക്ക് കടന്നു വരുമ്പോ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ. ആ പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. നല്ല പിറന്നാകെ നല്ല ഒരു സ്ഥലത്ത് കൃഷി ഇറക്കിയാല് നിനക്ക് നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പൊന്നുമോനെ എല്ലാ ചരിത്രങ്ങളും നീ എടുത്തു നോക്കിക്കോ. ലോകത്ത് ഉയരങ്ങളിലെത്തിയ ഏത് പ്രവാചകനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, ഏത് വലിയാകട്ടെ, ഏത് മഹാനാകട്ടെ, ആരുടെ ചരിത്രം വേണമെങ്കിലും നീ എടുത്ത് വായിച്ചു നോക്കിക്കോ. അവരെല്ലാവരും പടച്ചവനെ നല്ല ഉമ്മയ്ക്ക് പിറന്ന മക്കളാ. അവരൊക്കെ നല്ല ഉമ്മയ്ക്ക് ജനിച്ച മക്കളാ. നല്ല പെണ്ണിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കാറൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവേ നല്ല കൃഷിയിടത്തിൽ നിന്ന് വിളഞ്ഞവര് വിളവിനെ പറഞ്ഞു തരട്ടെ. ഒരു നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു പൊന്നുമോനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന പൊന്നുമോര്. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാനടകുള്ള സുന്ദരനായ ചെറുപ്പക്കാരനാ. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാട്. പാവപ്പെട്ടവനാട് പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്നിട്ട് ഉറക്കം വരാതെ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ വീട് വിട്ടിറങ്ങുകയാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അവസാനം നടന്ന് തളർന്നിട്ട് ഒരു ഒഴുക്കുള്ള പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ അല്ലാഹുവേ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം ഇങ്ങനെ നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അറിയാതെ ആപ്പിൾ അങ്ങെടുക്കുകയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ അങ്ങ് കഴിക്കുകയാണ്. തഥാ പകുതി തന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. പകുതി തന്റെ ആമാശയത്തിലേക്ക് പോയി. അപ്പോഴാണ് പടച്ചവനെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അല്ലാഹുവേ ഈ തിന്നത് ഹറാമാണല്ലോ പടച്ചവര്. ആരുടെ നാണെന്നറിയില്ലല്ലോ പടച്ചവര്. അനുവാദം ചോദിച്ചില്ലല്ലോ പടച്ചവര്. ഖസുറത്ത് ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവര്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ വിശന്ന് തളർന്നു കിടക്കുമ്പോ എടുത്ത് കടിച്ചു പോയതിന്റെ പേരിൽ തലയിലൂടെ മണ്ണ് വാരികിട്ട ചെറുപ്പക്കാരിരുന്ന് കരയുകയാ. ജനങ്ങളെ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവന് ഭ്രാന്ത് പിടിച്ചോ എന്ന് ജനങ്ങൾ ഇങ്ങനെ നോക്കുകയാ. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഓടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയിട്ട് എന്റെ നാശമേ, എന്റെ നാശമേ, ഞാൻ നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ആ പുഴയുടെ ചാരത്തുകൂടെ ഓടുകയാണ്. അല്ലാഹുവേ ഓടി അവസാനം ഒരു ആപ്പിള് തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണതെന്ന് കണ്ടുപിടിക്കുകയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ അതിനകത്തൊരു മനുഷ്യനിരിക്കുകയാണ്. സാബിത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്കൊന്ന് പൊരുത്തം തരുവോ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ തിന്നുപോയതാ. അവിടെ കിടന്ന് പൊട്ടിക്കിടന്ന് യാചിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാനിവിടത്തെ വേലക്കാരനാ, ഞാനിവിടത്തെ ജോലിക്കാരനാണ്. എന്റെ യജമാനന്റെ വീട്ടിലെത്തണമെങ്കിൽ 3 ദിവസം രാവും പകലും നടന്നാലോ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറയുന്നു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാൻ ഞാൻ തയ്യാറാ. അവസാനം അതാ കടിച്ചുപോയ ആപ്പിളും കയ്യിൽ പിടിച്ചിട്ട്
അതിന്റെ പകുതിയും കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ രാവും പകലും കരഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം നടന്നു പടച്ചവര് ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പൊട്ടിക്കരയുകയാ. അവിടെ ചെന്ന് പൊട്ടിക്കരയുകയാണ്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ. അവിടെ കടന്ന് അവസാന കടന്നുകൊണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യന് മനസ്സിലായി, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്ത്, നിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു പോയാ പകുതി ആപ്പിൾ ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് സാബിത്ത്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്തിനും ഞാൻ തയ്യാറാ, എന്തിനും ഞാൻ തയ്യാറാ. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളുണ്ട്, നീ അവളെ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാൻ കഴിവില്ല, അവളാണെങ്കിൽ സൗന്ദര്യമില്ലാത്തവളാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം പറയുകയാ, എനിക്ക് ആ പെണ്ണിനെ കാണണമെന്ന് പോലുമില്ല, വിവാഹം കഴിക്കാൻ തയ്യാറാ, നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തന്നാ മതി. അവസാനം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനിടകുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ വിവാഹം കഴിഞ്ഞ മണിയറക്കകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച എന്തെന്നറിയുമോ? കാണാനിടകുള്ള സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിവില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്ത്, ഞാനാണ് നിന്റെ ഭാര്യ. അല്ലാഹുവേ, എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു കാണല്ലേ, അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല സാബിത്ത്. അല്ലാഹുവേ, അല്ലാഹുവേ, എടുക്കരുതെന്ന് പറഞ്ഞ ഒരു സാധനം, ഹറാമായ ഒരു കാര്യം ഇന്ന് വരെ ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തിട്ടില്ല. പോകരുതേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അല്ലാഹുവേ, വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരൻ, ഇവർ രണ്ടുപേരും കൂടെ ഒരു വിത്തിറക്കി, ഇവർ രണ്ടുപേരും കൂടെ ഒരു കൃഷി ഇറക്കി. ആ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി. ആ വിളവാരെന്നറിയുമോ? ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകന്റെ പേരെന്തെന്നറിയുമോ? ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച ഒരു മകനുണ്ട്. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാ. ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകനാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു മകൻ നിനക്ക് വേണോ? ഒരു സാലിഹായ പൊന്നുമോള് നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പെണ്ണ് കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ കെട്ടിച്ചു കൊടുക്കാനിരിക്കുന്ന മാതാപിതാക്കള്, നീ കെട്ടാ പോകുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണ് നോക്കാൻ പോകുന്ന സമയത്ത് അവക്ക് പണമുണ്ടോന്നല്ല നോക്കണ്ടേ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്ക് പണമുണ്ടോന്നാ. അല്ലാഹുവേ പടച്ചവനെ, പണമുള്ള പെണ്ണിനെ കെട്ടാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, പ്രായം കൂടിയാലും കുഴപ്പമില്ല, സ്ത്രീധനം ഇത്തിരി കിട്ടുമെങ്കിൽ കെട്ടാൻ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പെണ്ണിന്റെ പണം നോക്കിയിട്ട് കല്യാണം കഴിക്കാനിരിക്കുന്ന മക്കളോട് വാപ്പായി ഉമ്മായി എപ്പോഴും പറയും, സ്ത്രീധനം കിട്ടുന്നിടത്തുനിന്ന് കെട്ടിയാ മതിയെന്ന്. എടാ അനിയ, ജീവിക്കേണ്ടത് നീയാ, വാപ്പയല്ല. ജീവിക്കേണ്ടത് നീയാ, ഉമ്മയല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ തസവ്വജ ലിഇംറഅതി മാലിഹാ, ഏതെങ്കിലും ഒരുത്തന് പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയ
പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയ മോനെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പെണ്ണിന്റെ പണം നോക്കിയിട്ടാണ് നീ കെട്ടുന്നതെങ്കിൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നടക്കുക, സ്ത്രീധനം വാങ്ങിയിട്ട് കെട്ടാനൊരു വിഭാഗം. മറ്റൊരു വിഭാഗം രണ്ട് നോക്കുന്നത് ഓക്ക് സൗന്ദര്യം ഉണ്ടോന്നാ. കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും പറയണം, കൊള്ളാം ആളിയാ, ലോട്ടറി അടിച്ചണ നിനക്ക്, എവിടുന്ന് കിട്ടിയിടാ. സൗന്ദര്യം കൂടിയ പെണ്ണ്, അവക്ക് ദീനുണ്ടോ ഒന്നും നോക്കാറില്ല. സൗന്ദര്യം കൂടിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല എന്നാ. സൗന്ദര്യം കൂടിയ പെണ്ണിനെ നോക്കി കെട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം കൂടിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല. കാരണം എന്തേ? ഇതിലേ കൂടെ ഒഴുകുന്ന നല്ല നല്ല കാണാൻ അഴകുള്ള ഒരു പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് കുളിക്കണമെന്ന് തോന്നൂലേ? തോന്നൂലേ മനുഷ്യന്മാരെ? ഇത് നിങ്ങളൊക്കെ മലക്കൾ പ്രസവിച്ചതാ? ഇതിലേ കൂടെ നല്ല കാണാൻ അഴകുള്ള ഒരു പുഴ ഒഴുകുമ്പോൾ ആർക്കായാലും ഒന്ന് കുളിക്കാൻ തോന്നൂലേ? തോന്നുമോ ഇല്ലേ? തോന്നും. ഇതുപോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണ് പോയാൽ ഏത് പൊട്ടനും നോക്കിപ്പോ. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു തരാറുണ്ട്, ഭർത്താവ് ഒരിക്കലും തന്റെ ഭാര്യയോട് പറയാൻ പാടില്ല എന്നെക്കാളും സൗന്ദര്യം നിനക്കാണ്. ഒരു ഭർത്താവും തന്റെ ഭാര്യ ഇനി എത്ര വലിയ ഐശ്വര്യറായിയുടെ മോളാണെങ്കിലും തന്റെ ഭർത്താവ് ഭാര്യയോട് പറയരുത് എന്നെക്കാളും ഗ്ലാമർ നിനക്കാണെന്ന്. പറഞ്ഞ അന്നത്തോടുകൂടി തുടങ്ങിയിട്ടുണ്ടാകും. അന്നത്തോടുകൂടി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതങ്ങ് തറയ്ക്കും, എനിക്ക് യോജിച്ച മനുഷ്യനല്ല. അതുകൊണ്ടാണ് നമ്മൾ കാണാറുണ്ട്, ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ ഒരുമിച്ച് നടക്കൂല. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ. കാരണം ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ചേർച്ചയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടാൻ നടക്കുന്നവനോട് നിന്റെ ഭാര്യ നശിച്ചു പോകും, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിക്കും. മറ്റ് ചിലര് കുടുംബ മഹിമയാണ് നോക്കുന്നത്. അവനവനെ കൊണ്ട് പറ്റുന്നിടത്തൊന്നുമല്ല പുളിങ്കൊമ്പിലെ കയറി പിടിക്കത്തുള്ളൂ. വലിയ കുടുംബത്തിൽ പോയിട്ട് പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, കുടുംബ മഹിമ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടിയാൽ ആ കുടുംബത്തിൽ നീ നാണം കെട്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് മക്കളെ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു നല്ല പെണ്ണിനെ കെട്ടണം. അവക്ക് അള്ളാനെ പേടിയുണ്ടോ? അവള് നിസ്കരിക്കുവോ? അവള് ശരീരം മറക്കുന്നവളാണോ? അവൾ അള്ളാനെ പേടിച്ച് നടക്കുന്നവളാണോ? ഇത് നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അധികം പേരും ആമീൻ പറയൂല. കാരണം ഇതിനകത്തിരിക്കുന്ന അധികം പേരും പെണ്ണ് കെട്ടിയവരാ. ഉസ്താദെ, കെട്ടിയ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നാണ് അതിനർത്ഥം. കല്യാണം കഴിച്ചിട്ടുള്ള മഹാന്മാരൊന്ന് കൈവക്കിക്കേ. അപ്പൊ അധികം പേരും കെട്ടിയവരാ. നിങ്ങളോട് ഈ വിഷയം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാ നിങ്ങൾ ചോദിക്കുന്നത് ഇല്ലേ? എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവമുള്ള ഭാര്യയാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ വീടിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള ഭാര്യയാണ് നീ കെട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുന്നതെങ്കിൽ, 6 സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 ദുസ്വഭാവമുള്ള ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന 6 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. ഏതൊക്കെ സ്വഭാവം എന്നറിയോ? ഏതൊക്കെ? ഞാനൊരു 6 സ്വഭാവം പറയാം. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഭാര്യക്കുണ്ടോന്ന്. നിങ്ങളുടെ ഭാര്യക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാതെ ഇന്ന് വയലും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭിത്തി ചേർത്ത് തീർത്തിട്ട് അങ്ങാരി പറഞ്ഞ 6 സ്വഭാവം നിനക്കൊണ്ട്, ചുമ്മാതല്ല നന്നാവാത്ത ഈ വീട് എന്ന് പറഞ്ഞിട്ട് തല്ലാനല്ല. ഭാര്യയ്ക്ക് ദുസ്വഭാവമുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ? നിങ്ങൾ പെണ്ണുവനും കെട്ടാത്ത നിങ്ങൾ എന്താ മക്കളെ വേണോന്ന്? എന്റെ പ്രിയമുള്ളവരെ, 6 വിഭാഗം പെണ്ണുങ്ങൾ. ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, നേരെ ഇരിക്കല്ല, എല്ലാവരും നേരെ ഇരിക്കും. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വഭാവം ഉണ്ടെന്ന് കരുതിയാൽ മതി. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിനയിക്കുന്ന പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. അല്ലാഹു കാക്കുമാറാകട്ടെ. അഭിനയിക്കുന്ന പെണ്ണ് സീരിയൽ നടിയൊന്നുമല്ല, ആൽബത്തിൽ അഭിനയിക്കുന്ന പെണ്ണിനെ കുറിച്ചല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു ഭാര്യ, ഒരു അസുഖമില്ലെങ്കിലും അവൾ അഭിനയമാണ്. തന്റെ ഭർത്താവ് പറയും, ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ പറയും, നടുവേദനയൊക്കെ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ തന്നെ ഇട്ട് വിളിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പെണ്ണ് ചെയ്ത നന്മകൾ അവൾ മറക്കത്തില്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും.
തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അവൻ ഇങ്ങനെ പറയും. വിവാഹം കഴിഞ്ഞ് 15 കൊല്ലമായില്ലെങ്കിൽ 20 കൊല്ലമായി, മക്കളെയും കെട്ടിച്ചു, ഇപ്പോഴും വഴക്കു കൂടുമ്പോ പറയും, അതെ ഇങ്ങോട്ട് വന്നപ്പം വെറുതെ അല്ല വന്നത്, 25 പവനും 40 സെന്റുമായിട്ടാ ഞാൻ വന്നത്. ഈ വീട് ആര് കെട്ടിയ? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കെട്ടിയതാ. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ കിടന്നതൊക്കെ ഊരി വിറ്റിട്ടാ കെട്ടിച്ചത്. എടാ വാപ്പായും ഉമ്മായും മരിക്കാൻ കിടന്ന കാലം വരെ നോക്കിയത് ഞാനാ. അവള് മറന്നിട്ടില്ല. ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മൂന്നാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾക്ക് വീട് നോക്കാനും മക്കളെ നോക്കാനും ഭക്ഷണം വെക്കാനും ഭർത്താവിനെ നോക്കാനും ഒന്നും സമയമില്ല. 24 മണിക്കൂർ ഇങ്ങനെ ഒരുങ്ങുന്നവളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങളുണ്ട്, ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഒരുക്കം. എന്റെ പ്രിയമുള്ളവരെ, ഒരുങ്ങണം. പെണ്ണ് ഭർത്താവിന്റെ മുന്നിലാണ് ഒരുങ്ങേണ്ടത്. പക്ഷേ ഒരുക്കം എപ്പോഴും പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ ഭാര്യ, ഭർത്താവും ഭാര്യയും കൂടെ വെളിയിലിരിക്കാം. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ഒരു പെണ്ണും തന്റെ ഭർത്താവും എവിടേക്കോ പോകുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഇവള് ഭർത്താവിനോട് പറയുക, അതാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങാരെ പോലെ ഇരിക്കണം. കണ്ടില്ലേ, അങ്ങാരെ ബോഡി കണ്ടില്ലേ, ഗ്ലാമർ കണ്ടില്ലേ, സ്നേഹം കണ്ടില്ലേ? സ്വന്തം ഭർത്താവ് മുന്നിലിരിക്കുമ്പോ മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്ന ഭാര്യ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. 5ാമത്തെ പെണ്ണ്, ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയുണ്ടോ ഇല്ലേ, അവക്കതൊന്നും അറിയണ്ട, കാണുന്നതൊക്കെ അവക്ക് വേണം, കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. 6ാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വിളിച്ചാൽ അവള് പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് ശുദ്ധിയില്ല, എനിക്ക് രോഗമായെന്ന് പറഞ്ഞ് ഒഴിവാകുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് നല്ല കൃഷിയിടത്തിൽ വിളവിറക്കണം. അതുകൊണ്ട് മോനെ, പെണ്ണ് കെട്ടുന്ന സമയത്ത് നീ അവക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവേ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരൻ പോയൊരു പെണ്ണ് കണ്ടു, അല്ലാഹുവേ വിവാഹം ഉറപ്പിച്ചു. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വാലിഹായ സന്താനത്തെ കിട്ടണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചെന്നറിയുമോ? ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ, അല്ലാഹുവേ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം എന്ന് പറഞ്ഞാൽ കളിക്കാറുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാ പൊന്നുമോര്, അത് സുഖിക്കാനുള്ളതാ പൊന്നുമോര്, അത് സ്വർഗത്തിൽ പോയാണ് സുഖിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഫീ നിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ കാണാ, നാളെ ഒരു വാപ്പയും തന്റെ ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചു പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ, അതാ സ്വർഗത്തിലെ സ്വർണ്ണത്തിന്റെ ചാരുകസേരയിൽ ഒരു വാപ്പയും ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് സുഖിക്കുകയാണ്. അവരുടെ ചുറ്റുഭാഗം മുഴുവനും സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. അവർക്ക് എന്തേ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്, അത് മാത്രമല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വ മലക്കുകളുണ്ടല്ലോ, ഈ വാപ്പയെയും ഉമ്മയെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പോലും പറയുന്ന അവര് പോലും സലാ പറയുകയാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും ബഹുമാനിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ജീവിക്കേണ്ടത് സ്വർഗത്തിലേക്കാ പൊന്നുപോര്, അവിടെയാടാ പോയി സുഖിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് നിന്റെ നിക്കാഹ് എവിടെ വെച്ച് നടത്തണമെന്നറിയുവോ? ഓഡിറ്റോറിയത്തിലല്ലടോ, നിന്റെ വീടിന്റെ മുന്നിലല്ലടോ. അല്ലാഹുവിന്റെ
റസൂൽ പറയുന്നു, ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലാഹുവിന്റെ പള്ളിയാ പോലും. പടച്ചവന്റെ പള്ളിക്കകത്ത് വെച്ചാ നിക്കാഹ് നടത്തേണ്ടത്, അല്ലാതെ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ നാട്ടിൽ എത്രയോ ഹൈന്ദവ വിശ്വാസികളുണ്ട് പൊന്നുമോര്. ഞാനും നിങ്ങളും അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവരാ. പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവരുടെ വിവാഹം നടത്തുന്നത് അമ്പലങ്ങളിൽ വെച്ചാണ്. ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ നിക്കാഹ് നടത്തുന്നത് പള്ളിയിൽ വെച്ചാ. കാരണം അവർക്കറിയാം അവിടെ വെച്ച് നടത്തിയാലുണ്ടാകുന്ന മഹത്വം എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ നമുക്കറിയില്ലല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ എന്തെന്നറിയുമോ? ആർഭാടങ്ങളല്ലേ, അനാചാരങ്ങളല്ലേ, അഹങ്കാരം കാണിക്കാൻ, കുടുംബമഹിമ കാണിക്കാൻ, മത്സരം കാണിക്കാൻ, മറ്റുള്ളവന്റെ മുന്നിൽ പടച്ചവരെ എന്റെ പൊന്നുമോളുടെ വിവാഹം ഇതുപോലെയാണെന്ന് കാണിക്കാൻ ലോൺ എടുത്തിട്ടും പലിശക്കെടുത്തിട്ടും നിക്കാഹ് നടത്തുന്ന മാതാപിതാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ ഈ സമുദായത്തിന് തന്നെ പേരുദോഷവാ, ഈ സമുദായത്തിന് തന്നെ നാണക്കേടാ. പടച്ചവനെ, ഇന്നത്തെ വിവാഹത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്താ? പടച്ചവര്, താടിയുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും ഇമാമും പ്രവാസകരും എല്ലാവരും ഈ വിഷയത്തിൽ കമന്മാരാ. പടച്ചവര്, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു അനാചാരമുണ്ട്. പടച്ചവര്, പാതിരാത്രി 12 മണി വരെ അയൽവാസികളുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ആഘോഷമാ. അവിടെ കള്ളു കുടിക്കുന്നവരുണ്ട്, ആണും പെണ്ണും കിടന്ന് ഗാനമേളകൾ നടത്തിയിട്ട് ആഘോഷം നടത്തുന്ന വിവാഹങ്ങളുണ്ട്. പടച്ചവരെ, 12 മണിയായി ലക്കില്ലാതെ എവിടെയോ കിടന്നുറങ്ങുകയാ. അല്ലാഹുവേ, പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ട പുതുമണവാള്, വിവാഹം കഴിക്കേണ്ട പുതുമണവാട്ടി പടച്ചവനെ എഴുന്നേക്കുന്നത് 7 മണിക്കാ. അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പുതുമണവാളനുണ്ട്, എത്ര മണവാട്ടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം പെണ്ണുകെട്ടല്ലേ മോനെ, പെണ്ണുകെട്ടല്ലേ മോനെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്തു ചെയ്താലും അത് നന്നാകില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ പെണ്ണുകെട്ടല്ലോ, നന്നാവില്ലടാ മോനെ, പാടത്തില്ലടാ മോനെ, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടൂല മോനെ. 7 മണി വരെ കിടന്നുറങ്ങുമ്പോ ആരോ വന്ന് വിളിച്ചിട്ട്, എടാ പറയുന്നു ഇന്ന് നിന്റെ കല്യാണവാടാ. ചെറുപ്പക്കാരൻ എഴുതേക്കുകയാണ്. പടച്ചവരെ, 8 മണിയാകുമ്പോ 9 മണിയാകുമ്പോ അവന്റെ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവര് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്തിനാണ് വരുന്നതെന്നറിയുമോ? അവന് ഓർമ്മ വെച്ച കാലം മുതൽ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ആ പുതുമണവാളന് സ്വന്തമായിട്ട് കുളിക്കുന്നവനാ. അവന് സ്വന്തമായിട്ട് കുളിക്കാനറിയാ. പക്ഷേ വിവാഹത്തിന്റെ അന്ന് അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ ഒരു കുളിപ്പീരാ. പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കടന്നു വരികയാ. എല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് അവനെ വസ്ത്രം ധരിപ്പിക്കുകയാ. കഫൻ തുണി പൊതിയുന്നത് പോലെ അവൻ ഇഷ്ടമുള്ള വസ്ത്രമല്ല ധരിക്കുന്നത്. കൂട്ടുകാര് പറയും, ഇത് നീ ധരിച്ചാ മതി. അല്ലാഹുവേ, മയ്യത്ത് പൊതിയുന്നത് പോലെ അവനെ പൊതിയുകയാണ്. എന്നിട്ടൊരു കോമാളിയെ പോലെ എടുത്തുകൊണ്ട് വരികയാ. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പറയേണ്ടതില്ലല്ലോ, പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, പിന്നെ പടച്ചവനെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാഴ്ച വല്ലാത്ത കാഴ്ചയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പടച്ചറപ്പെ, പിന്നെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് പോലെ ഘോഷയാത്രയാണല്ലോ. മണവാട്ടിയെയും മണവാളനെയും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. പടച്ചവനെ, ലോറിക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, പെട്ടിയാട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എല്ലാം കഴിഞ്ഞു. പാതിരാത്രി 9 മണിയായി, 10 മണിയായി. പുതുമണവാളനും മണവാട്ടിയും മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ ആ സമയത്ത് പോലും പടച്ചറപ്പ്
പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, മണിയറയുടെ കട്ടിലിനടിയിൽ കയറിയിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഇതുപോലെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് ജനിക്കൂലടാ പൊന്നമോര്, നിനക്ക് സ്വാലിഹായ മക്കള് ജനിക്കൂല ചെറുപ്പക്കാരാ. എന്റെ സ്നേഹനിധിയായ പെങ്ങള്, വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങള്, നിന്റെ വിവാഹം ഇതുപോലെയാണെങ്കിൽ നീ 10 പെറ്റാലും നിന്റെ മക്കള് നിനക്ക് പ്രയോജനം ചെയ്യൂല. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, നീ വെച്ചു കൊടുത്ത ബിരിയാണിയും തിന്നിട്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോകുന്നവർ മുഴുവനും നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയാറില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? അതിന് വാപ്പയും അനുവാദം കൊടുക്കും, ഉമ്മയും അനുവാദം കൊടുക്കും, കൂടപ്പിറപ്പും അനുവാദം കൊടുക്കും. എന്തിന് കെട്ടിയ ഭർത്താവ് പോലും വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഏതാ സമയമെന്നറിയുമോ? പടച്ചവര്, ഓഡിറ്റോറിയത്തിൽ താലി കെട്ടി കഴിഞ്ഞ പിന്നെ വല്ലാത്ത ഒരു കാഴ്ചയാ, പിന്നെ സെൽഫി എടുക്കാറുള്ള സമയമാ. അല്ലാഹുവേ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവൻ പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. അവനാണെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവേ, കെട്ടിയ പെണ്ണിനെ പിടിച്ച് കണ്ടവന്മാരുടെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നിർത്തിക്കൊടുക്കുന്ന ചെറുപ്പക്കാരാ, പറമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, 18 കൊല്ലം അല്ലാഹുവിനെ പേടിച്ച് വ്യഭിചരിക്കാതെ നടന്ന പ്രിയപ്പെട്ട പൊന്നുപോൾ കല്യാണത്തിന്റെ ദിവസം കണ്ടവന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്ന പെണ്ണ്, നീ രക്ഷപ്പെടുവോ പൊന്നുമോള്? നിനക്ക് നല്ല മക്കള് പിറക്കുവോ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എടാ, കെട്ടുന്ന പെണ്ണെങ്ങനെയായിരിക്കണമെന്നറിയുവോ? ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹ്ദി ഫാത്തിമ, സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ, പടച്ചവന് വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നു വരികയാ. അതാ തന്റെ മണിയറക്കകത്തേക്ക് കടന്നു കഴിയുമ്പോ അലിയാർ തങ്ങൾ വാതിലടക്കുകയാണ്. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പെട്ടെന്നങ്ങ് അണയ്ക്കുകയാ. വീടിനകത്ത് മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വരികയാണ്. അല്പം സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയോ. മണിയറക്കകത്ത് വല്ലാത്ത ഒരു കരച്ചിൽ കേൾക്കുകയോ. അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ആരെന്നറിയുമോ? അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മണിയറക്കകത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? നിനക്കെന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? വീടിന്റെ കവാടത്തിൽ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാത്തു നിന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ കൈയെടുത്ത് അലിയാര് തങ്ങളുടെ വാപത്തി പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ അലിയേ. അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? അലിയാര് തങ്ങളെ
ഇന്നെന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്നെന്റെ ആദിരാത്രിയാണല്ലോ, ഇന്ന് നമ്മൾ ജീവിതം തുടങ്ങുകയാണല്ലോ. ഈ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ദുനിയാ, ഒരാള് ഭൂമിയുടെ മുകളില്, ഒരാള് 6 അടി മണ്ണിനകത്ത്. നമ്മൾ രണ്ടുപേരിലും ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാള് മുകളിലും ഒരാള് താഴെയും. അല്ലാഹുവേ, എന്നെ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. അതിനകത്ത് പ്രകാശമില്ലല്ലോ അലിയേ. എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി അല്ലാഹുവേ സന്തോഷത്തോടെ കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ. എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. അലിയേ, മണ്ണറയാണ് അലിയേ മണിയറയാക്കേണ്ടത്. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ ഇതല്ല, അലിയേ ഇതല്ല, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയാണ് മറിയറയാക്കേണ്ടത്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തെ കുറിച്ച്, ഖബറിന്റെ വിശാലതയെ കുറിച്ച് അല്ലാഹുവേ പാതിരാത്രി മണിയിലേക്ക് കയറി വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ മണവാട്ടി പറഞ്ഞു, അലിയേ, അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാകണ്ട്, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങണ്ട് അലിയേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാകണ്ട് അലിയേ, കാലിന്റെ ഭാഗത്ത് സ്വർഗം തുറന്നു തരുന്ന ഖബറാകണ്ട് അലിയേ. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറ് നമ്മളെ കെട്ടിപ്പിടിക്കണ്ട് അലിയേ. എന്നിട്ട് ഖബറിനകത്ത് വന്ന മലക്കുകൾ പുതുമണവാളം ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നത് കേൾക്കണ്ട് അലിയേ. ഇന്ന് നമുക്ക് നിസ്കരിക്കാം അലിയേ, ഇന്ന് നമുക്ക് ഖുർആൻ ഓതാം അലിയേ, ഇന്ന് നമുക്ക് റബ്ബിന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് കരയാം അലിയേ എന്ന് പറഞ്ഞു കൊടുത്ത ഒരു മണവാട്ടി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ നീ കെട്ടിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ ചോദിച്ചിട്ടുണ്ടോ, ഇക്കായിന്ന് നിസ്കരിച്ചിട്ടുണ്ടോ? ഇന്നേതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കളയാക്കിയിട്ടാണോ മണിയറയിലേക്ക് കടന്നു വന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് ചോദിക്കാറുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കൊതിക്കണമടാ പൊന്നമൂര്. ഓഡിറ്റോറിയത്തിൽ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാർ തങ്ങളെ, ഞാൻ മരിച്ചുപോയാ എന്നെ പകല് കൊണ്ടുപോയി ഖബറടക്കല്ലേ അലിയേ, എന്നെ രാത്രിയിലെ കൊണ്ടുപോയി ഖബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് തന്റെ ഭർത്താവിനോട് പറയുകയാ, എന്നെ രാത്രിയിലെ ഖബറടക്കാവൂ, പകല് ഖബറടക്കല്ലേ അലിയേ. അലിയാർ തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ പകലാട് ഖബറടക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ.
എന്റെ മയ്യത്തിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവര് കാണുമല്ലോ അലിയേ. ഈ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാനാ എന്റെ പ്രിയമുള്ള പെങ്ങളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നെ കെട്ടിയവനെ പറഞ്ഞാൽ അനുസരിക്കല്ലേ പെങ്ങള്, അനുസരിക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പണക്കൊടുപ്പ് കാണിക്കുന്നവരോട്, അഹങ്കാരം കാണിക്കുന്നവരോട്, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ മരണം എങ്ങനെയെന്നറിയുവോ? മരിക്കുന്ന സമയമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ കരന്നുകൊണ്ട് പറയുന്നു, അലിയാരെ തങ്ങളെ പോവുകയാ അലിയേ, പോവുകയാ അലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുമോ അലിയേ? എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരന്നുകൊണ്ട് പറയുമ്പോ അലിയാര് തങ്ങളുടെ വാദ, അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേ ഫാത്തിമ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല ഫാത്തിമ. ഇവരുടെ ജീവിതം എങ്ങനെയെന്നറിയുമോ? അവർക്ക് പണമില്ലായിരുന്നു, അവർക്ക് വാഹനങ്ങളില്ലായിരുന്നു, അവർക്ക് കൊട്ടാരം പോലെയുള്ള വീടില്ലായിരുന്നു, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ലാത്ത കുടുംബമായിരുന്നു. അവരുടെ ചരിത്രം വായിക്കണമോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കള് കരയുന്നു മോളെ, പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു ചെന്നു. നമസ്കരിക്കുന്ന സമയത്ത് മുഴുവനും കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കുമോളെ. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. എന്നിട്ടും തന്റെ പൊന്നാര മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് റസൂലുള്ളാഹിന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഒരുപാട് വഴക്ക് പറയുകയാ. കരുണയില്ലേ ഫാത്തിമ, നിന്റെ ഹൃദയം കല്ലായി പോയോ? ഈ മക്കള് രണ്ടുപേരും വിശന്ന് വിശന്ന് കരയുമ്പോ നിനക്കൊന്ന് ഭക്ഷണം കൊടുക്കാനൊന്ന് പാല് കൊടുക്കാ നിനക്ക് മനസ്സില്ലാതെ പോയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം വഴക്ക് പറയുന്നത് വാപ്പയാ. ആ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. മുഖം പൊത്തി പിടിച്ചിട്ടിരുന്ന് കരയുകയാ. റസൂലുള്ളാഹിനെ സഹിച്ചില്ല. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട്, മാ യബ്കീകി യാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോളെന്തിനാ കരയുന്നത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉപ്പാ ഭക്ഷണം കണ്ടിട്ട് എത്രയോ നാളുകളായി, ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ നാളുകളായി. എന്റെ ഭർത്താവും ഞങ്ങളും പടച്ചിറപ്പേ കാരക്കയും വെള്ളവും കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ നോമ്പാവാ. എന്റെ മക്കള് രണ്ടുപേരും വിശന്ന് വിശന്ന് കടന്ന് കരഞ്ഞപ്പോ അവര് പാല് കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവര് പാല് ചുരത്തിയപ്പോ എന്റെ മാറിടത്തിലൂടെ എന്റെ പാല് പറ്റിയിട്ട് രക്തം വരുന്നു. വാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാ. കാരണം പട്ടിണി കിടന്നിട്ട് തന്റെ പൊന്നുമോളുടെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വാപ്പയ്ക്കാ താങ്ങാ കഴിയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലും മിണ്ടാതെ ഇറങ്ങുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പടുത്തുകൾ
കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. അവസാനം ഒരുപാട് നടന്നു. ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ അറിയില്ല ഇത് റസൂലുള്ളയാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ കാണുന്ന ഈന്തപ്പന നിറങ്ങളുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്കന കൂലി തരാമെന്ന് പറയുമ്പോ ഈ ലോകത്തിന്റെ നേതാവ് തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു പോവുകയാണ്. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ, ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. പ്രവാചകനൊന്നും മിണ്ടിയില്ല. കാരണം ഫാത്തിമയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, ഹസൻ ഹുസൈൻ തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അവസാനം കിണറ്റിനകത്ത് വീണ് പോയ തൊട്ടിയെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ യഹൂദിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. യഹൂദി 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ള ചിരിച്ചുകൊണ്ട് ഓടുകയാ. തന്നെ തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാരക്ക പൊളിച്ചു കൊടുക്കുകയാ. ആർത്തിയോടെ ഹസനും ഹുസൈനും കഴിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ച് ഭക്ഷണമല്ല കഴിക്കുന്നത്. ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വെച്ച് കൊടുക്കുന്നു. ഹസൻ ഹുസൈൻ തങ്ങളെ തിന്നുകയാണ്. അവരുടെ വയറിന്റെ ഉള്ളിലേക്ക് അല്പം ഭക്ഷണം ചെന്നു കഴിഞ്ഞപ്പോ അവര് 2 പേരും ഒന്ന് പുഞ്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി ബാക്കി വന്ന കാരക്കയെടുത്ത് പൊന്നാര മകളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ആ പ്രിയപ്പെട്ട പൊന്നുമോളാട് മരിക്കുന്ന സമയം തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഏത് വാപ്പയുടെ മകളെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, 18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നു. ആ ഭാര്യയുടെ നെഞ്ചത്ത് ഇങ്ങനെ ചാരിയിരുന്നിട്ട് വാപ്പ ലോകത്തോട് യാത്ര പറയുകയാ. ആ വാപ്പയുടെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രായമുള്ള ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, നല്ല മക്കള് വേണോടാ. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കള് വേണോ? അല്ലാഹുവേ, നിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണോ? ഒന്ന്, പെണ്ണ് കെട്ടുന്ന സമയത്ത് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ മോനെ. 2, നിന്റെ വിവാഹം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പള്ളിക്കകത്ത് വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. എന്താ ബോറടിച്ചു തുടങ്ങിയ? 10:15 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ത് നിർത്താറായ? 1.25 മണിക്കൂറായില്ലേ? 9 മണിക്കൂർ തുടങ്ങി. ഇൻഷാ അല്ലാഹ് 10:30 ആകാറായി. നിർത്താറായ? പറ മനുഷ്യന്മാരെ, നിർത്താറായ? ഞാൻ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ വന്നു. ഇനിയിപ്പോൾ രാത്രി അങ്ങ് തിരുവനന്തപുരം വരെ ഓടിക്കാൻ പോയി. ഇവിടെ കാണാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോത്തേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? കല്യാണം കഴിഞ്ഞ് നിൽക്കുകയല്ലേ, ഒന്ന് മണിയറയ്ക്കകത്ത് കയറണ്ടേ, എന്നിട്ട് പോകാം. കുറച്ചു നേരം കൂടി ഇരുന്നൂടെ? ബാക്കിയും കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. പൊക്കിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മുത്തല്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസയും ഞാൻ ചോദിക്കും. അപ്പോഴതുപോലെ ഒന്ന് പൊക്കിക്കോണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
അല്ലാതെ വാരിക്കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? നിന്റെ മക്കൾ നിന്നെ നോക്കൂ. വാരി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നിനക്കെന്നെ കിട്ടാനാ? നിന്റെ മക്കൾ മരിച്ചാൽ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയത്തില്ല. ഓന് വേണ്ടി കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? അറിയോ? കഷ്ടപ്പെട്ട് വീട്ടിൽ കുറെ എണ്ണത്തിനെ പോറ്റി വളർത്തുന്നില്ലേ? ഓന് നിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ അറിയോ? പള്ളിയിൽ കൊണ്ട് നോക്കുമ്പോൾ ഉസ്താദ് നിസ്കരിക്കും, അവൻ പുറകെ നിന്ന് കൈയിട്ടു. അല്ലാതെ ഉസ്താദിനോട് പറയത്തില്ല ഞാൻ കെട്ടാൻ. അവൻ അറിയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കണ മക്കളെ കാണത്തുള്ളൂ നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി. മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ചർച്ചയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാ. പഴയ കെട്ടുകളൊക്കെ അഴിക്കും. എന്നിട്ട് ഇവർക്ക് എത്ര മക്കൾ വേണം? കല്യാണം കഴിച്ച് മണിയറ കയറി ഇരുന്നതേ ഉള്ളൂ. അപ്പോഴേ മക്കളുടെ കാര്യം ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് ഇതൊക്കെ പണ്ടത്തെ കാര്യം പറയണേ. ഇപ്പൊ ഇതൊന്നുമില്ല. ഇതൊക്കെ പണ്ടത്തെ കാര്യം. ഇപ്പൊ പിന്നെ കല്യാണ പയ്യനും പെണ്ണിനും ചോദിക്കാനൊന്നുമില്ല. കാരണം കല്യാണത്തിന്റെ മുമ്പേ എല്ലാം ചോദിച്ചു വെച്ചിരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണ് വന്നു 18 കൊല്ലം 19 കൊല്ലം അള്ളാനെ പോറ്റി അള്ളാഹുവെ പേടിച്ച് വളർത്തൊരു പൊന്നുമോളെ സ്കൂളിൽ പഠിക്കണ കാലത്തെങ്ങാനും വീട്ടിലൊരു മിസ് കോൾ വന്ന ഉമ്മ മകളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാരാ വിളിച്ചത് അല്ലേ? തന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു പൊന്നുമുക്കൊരു മിസ് കോൾ വന്ന പാപ്പയും ഉമ്മയും ചോദിക്കും. പക്ഷെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് മോളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചൊന്നും ഇല്ല, ഒരു മോതിരം കയ്യിലിട്ടിട്ട് പോകും. ഒരു മോതിരവോ ഒരു മാലയോ അങ്ങനെ ഇട്ടിട്ട് പോകും. അവിടെ അങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയാ, വളയിടിയിൽ നടത്തി കഴിഞ്ഞാ പിന്നെ ഇവൻ ഫോൺ വിളിക്കുമ്പോ ഉമ്മ എടുത്തോണ്ട് മോളുടെ കൈ കൊടുത്തിട്ട് പറയും, ആ വിളിക്കുന്നത് വ്യഭിചരിച്ചോന്ന്. നിങ്ങൾ സ്വന്തം ചിന്തിക്ക്. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരുത്തം വന്ന് കണ്ടിട്ട് ഒരു 2 ഗ്രാമിന്റെ മോതിരം ഇട്ടിട്ട് പോയതേ ഉള്ളൂ. ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന മോളെ വിളിച്ചോ, അവൻ വിളിക്കുന്ന സുള്ളിക്കോ എത്ര വേണമെങ്കിലും അല്ലേ? പാപ്പ മിണ്ടൂല, ഉമ്മ മിണ്ടൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപ്പ നിന്നെ അള്ള വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എന്തിനാ നീ ഇത് മാത്രം ചെയ്യണേ? നിന്റെ ബെഡ്റൂമും കൂടെ മൂക്കും അവനെ കൂടെ വിളിച്ചിട്ട് അങ്ങ് കൂടെ നിക്കാഹൊക്കെ പിന്നെ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ അത് മാത്രം എന്തിനാ നിർത്തി വെക്കണേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് നിന്റെ ബെഡ്റൂമും കൂടെ മണിയറയും കൂടെ ഒരുക്കിയിട്ട് കയറ്റി രണ്ടിനെ വിട്. നിക്കാഹൊക്കെ പിന്നെ മക്കളായിട്ടായാലും നടത്തിയാൽ മതിയല്ലോ. ബാക്കിയൊക്കെ നിനക്ക് അനുവദനീയമല്ലേ? അള്ളാഹു നിന്നെയൊക്കെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവന് 3 വിഭാഗമാണ്. അള്ളാഹു കരുണ കാണിക്കില്ല, മുഖത്ത് നോക്കില്ല, ഒരു ദയയുടെ നോട്ടം പോലും കിട്ടാത്ത 3 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്നെ കൂടി പോയ തല്ലുമായിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ തല്ലുമായിരിക്കും. മരിച്ച സ്വർഗം കിട്ടും. ഇത്തിരി നേരത്തെ പോയാൽ അത്രയും നല്ലത്. എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? ഉള്ള നേരത്തെ പോയ ഞങ്ങൾ ചായക്ക് ഇതായിരിക്കണം. ഉസ്താദ് എത്ര കൊല്ലം കണ്ടിരിക്കണ്? ഉസ്താദിന് എത്ര വയസ്സുണ്ട്? ഉസ്താദ് 60-70 കണ്ട 60 കഴിഞ്ഞു. എന്നെക്കാളും 30 വയസ്സ് കൂടുതലാണ്. ഞാനിപ്പം മരിച്ച 15 മുതൽ ഇങ്ങോട്ടുള്ളത് പറഞ്ഞാൽ മതി. ഉസ്താദ് എന്നെക്കാളും എത്ര കൊല്ലം കൂടുതൽ പറയേണ്ടി വരും? നിങ്ങൾ ചിന്തിക്ക്. എന്റെ മനുഷ്യന്മാരെ ഉള്ള നേരത്തെ പോയ അത്രയും നല്ലത്. ഷഹീദിന്റെ കൂലി കിട്ടും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പറഞ്ഞു അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോഴും വെറുതെ പോകരുത്, അന്തസ്സോടെ പോകണം. ജീവിക്കുമ്പോൾ മാത്രമല്ല അന്തസ്സോടുകൂടി ജീവിക്കേണ്ടത്, മരിക്കുമ്പോഴും അന്തസ്സുള്ളവനെ പോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സുള്ളവനെ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ സദസ്സിരിക്കണ ആർക്കെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം? മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓൻ അറിയാഞ്ഞിട്ടാ, ഓർമ്മപ്പെടുത്താ. എന്റെ ചങ്ങായിമാരെ, മരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടല്ല മരിക്കേണ്ടത്. ആരെങ്കിലും അടുത്ത് വന്ന് നിന്ന് പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പറഞ്ഞിട്ടല്ല മരിക്കേണ്ടത്. മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ ഷഹാദത്ത് കലിമ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാ മരണം. അസ്റായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ അങ്ങോട്ട് വായിക്കണം, എന്നിട്ട് പോകണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹണ്ട അത് വായിച്ചിട്ട് പോകാൻ ആഗ്രഹണ്ട? കൈവക്കിക്ക്. എന്താ പവർ! 3 കാര്യം ജീവിതത്തിൽ ചെയ്യും, നിനക്ക് അല്ലാഹു ആ ഭാഗ്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യം.
ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. സമയമുണ്ടെ പറയാം, എൻ്റെ വിഷയമല്ല, സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 വിഭാഗത്തോട് അള്ളാഹു കരുണ കാണിക്കില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം തൻ്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ, നിന്നെ അള്ളാഹ് വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മോളെ, വിക്കാഹ് കഴിഞ്ഞിട്ടുള്ള വിളിയൊക്കെ മതി. നിന്റെ വാപ്പ എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? നിന്റെ വാപ്പ നിനക്ക് എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? കല്യാണത്തിന്റെ അന്നല്ലേ ഞാൻ മനുഷ്യനെ കണ്ടത്. ആ നല്ല വാപ്പയുടെ മകളായ നീ എന്താ ഇങ്ങനെ ആയിപ്പോയി? അപ്പച്ചി, നീ നിന്റെ ഭാര്യ അടുത്ത് എത്ര വിളിച്ചിട്ടുണ്ട്? ഉമ്മാനെ മണിയറയിൽ വെച്ച് കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലേ? ഇത്രയും നല്ല ജീവിതം നിനക്ക് അള്ളാഹു തന്നിട്ട് നിനക്ക് മക്കളെ കിട്ടിയപ്പോ നീ തലതിരിഞ്ഞു പോയല്ലോ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, വെറുതെ കിട്ടില്ല. സ്വാലിഹായ സന്താനത്തിന് നിനക്ക് വെറുതെ കിട്ടില്ല. അതാ ഭാര്യയും ഭർത്താവും മണിയറക്കകത്ത് കയറിയിട്ട് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം പൂവണിയാ സമയങ്ങളായി. ആ സമയത്ത് അവർ ചെയ്യേണ്ട 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? റബ്ബി ഹബിലി അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണമല്ലാ. ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിന് തുടക്കം കുറിക്കുകയാ. പടച്ചവരെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം. അങ്ങനെ ഒരു വാപ്പ ഒരു മകനെ വാങ്ങി. വാപ്പ ദുആ ചെയ്തിട്ട് തുടങ്ങിയിട്ടൊരു പൊന്നുപോലെ കിട്ടി. ഏത് പൊന്നുമോനെന്നറിയുവോ? ആ മകന്റെ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാൻ പറ്റൂല. ആ പൊന്നുമോന്റെ ചരിത്രം വായിക്കുമ്പോ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണും നിറയുമല്ലോ, അവന്റെ മനസ്സും പതറുമല്ലോ. ഏത് വാപ്പയാ ദുആ ചെയ്തത്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. 9 വയസ്സുള്ള മറിയം ബീവി പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാം പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ സമയത്തെങ്ങും കിട്ടാത്ത, ആ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയം അന്നാ ലകി ഹാദാ? ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. മോളെ മറിയമേ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ് മറിയമേ? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ. ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ. എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയമെന്ന പൊന്നുമോൾ അവിടെ നിന്ന് പറഞ്ഞെനിക്കെന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ഒരു ദുആ ചെയ്തു ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാ. എത്ര കൊല്ലമായി പടച്ചവര് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു പെങ്ങള്, അല്ലാഹു കൊടുത്ത ചെറുപ്പക്കാരാ. അല്ലാഹു പടച്ചവനെ സക്കരിയാ നബിക്കൊരു പൊന്നുമോനെ കൊടുത്തു. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 20 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞു കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ പ്രതീക്ഷ കൈവിടണ്ടടാ, പ്രതീക്ഷ കൈവിടണ്ട ചെറുപ്പക്കാരാ. അള്ള കഴിവുള്ളവനാ, അള്ള കഴിവുള്ളവനാ. എത്രാമത്തെ വയസ്സിലാ കൊടുത്തത്? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു 120 വയസ്സാണെന്ന് പറയുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് 99 വയസ്സാ. അതാ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, പെണ്ണ് നമുക്കൊരു പൊന്നുമോന് ജനിക്കാൻ പോവുകയാ. അവിടെ നിന്ന് ഭാര്യ ചോദിച്ചു, ഈ വയസ്സാകാലത്തോ? എന്റെ പ്രിയമുള്ളവര്, സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് അവിടെ നിന്നൊരു പൊന്നുമോനെ വാങ്ങി. ആ മകന്റെ പേരെന്തെന്നറിയുമോ? ആ മകന് പേരിട്ടത് അല്ല തന്നെയാ. ആ മകന് പേരിട്ടത് പടച്ച റബ്ബ് തന്നെയാണ്. യഹ്യാ നബി അലൈഹിസ്സലാം.
അള്ളയാണ് യഹിയ എന്ന് പേരിട്ടത്. പടച്ചറപ്പേ യഹിയ എന്ന് പൊന്നുമോൻ ചരിത്രം പറയുകയാ. 11ാമത്തെ വയസ്സിലെ വാപ്പ നോക്കിയപ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. കരഞ്ഞു കരഞ്ഞ് വയസ്സാകാലത്ത് പടച്ചറപ്പ് കൊടുത്ത് സമ്മാനമോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോ പാതിരാത്രി സക്കരിയ നബി പടച്ചവര് ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എത്ര കൊല്ലം കരഞ്ഞിട്ട് എനിക്ക് തന്നതാ പടച്ചവര്, കണ്ടു കൊതി തീർന്നില്ല പടച്ചവര്, എനിക്കവനെ വേണം നമ്പുരാറ്, എനിക്കവനെ കാണണം പടച്ചവര്. പടച്ചവന്റെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് സക്കരിയ നബി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ മയ്യത്തുകൾ കബറടക്കുന്ന ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ പാതിരാത്രി ഒരു കുഞ്ഞിരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. പള്ളിക്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. സക്കരിയ നബി അലൈഹിസ്സലാം കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാ കരയുന്നത്? അല്ലാഹുവേ, പഴക്കം തന്നെ ഇടിഞ്ഞ കബറിനകത്തിരുന്നൊരു കുഞ്ഞ് കരയുകയാ. സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ കരയുന്നതാരെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹിയ. 11 വയസ്സുള്ള പൊന്നുപോര് കബറിനകത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. വാപ്പ ചോദിച്ചു, മോര് എന്തിനാ മോര്, എന്റെ പൊന്നുമോൻ എന്തിനാ ഇതിനകത്ത് മുന്നിരുന്ന് കരയുന്നത്? ആ സമയത്ത് വാപ്പയുടെ ഹൃദയത്തിനകത്ത് തറയ്ക്കുന്ന ഒരു മറുപടിയാണ്. 11 വയസ്സുള്ള പൊന്നുപോര് വാപ്പ ചോദിച്ചു, എന്തിനാ മോര് കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പോ? സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, യഹിയ നബി അലൈഹിസ്സലാം സുജൂദിൽ കിടന്നാ പിന്നെ എഴുന്നേക്കാറില്ല. അങ്ങനെ കിടന്ന് കരയുമായിരുന്നു. അവസാനം പെറ്റുമ്പോ ചെന്നിട്ട് പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമായിരുന്നു. പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമ്പോ കണ്ണിൽ നിന്ന് വീണ് കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് മുഖത്തുകൂടെ കണ്ണുനീരൊലിച്ചൊലിച്ച് മുഖത്തെ തൊലിയെല്ലാം പോയിട്ട് അല്ലാഹുവേ, മുഖത്തൊരു ദ്വാരമുണ്ടായിരുന്നു. അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു. അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു. അതുപോലെ കരച്ചലാ. അമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൊന്നുമോന്റെ മുഖം മറയ്ക്കാറ്, പൊന്നുമോന്റെ മുഖം മറയ്ക്കാ ഒരു തോലിന്റെ ഒരു തോല് കൊണ്ട് ഇങ്ങനെ ഉമ്മ മുഖത്തിടാൻ ഒരു മറയുണ്ടാക്കി കൊടുത്തു. പടച്ചറപ്പേ, ആ ഉണ്ടാക്കിയ മറ പോലും കണ്ണീര് കൊണ്ട് നനയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ, വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവരെ ഈന്തപ്പനമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. അവിടെ ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ മക്കളെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്റെ പൊന്നുമോനെ ദുആ ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിനെ പടച്ചവരോട് ദുആ ചെയ്തു. ഈ ദുആ ചെയ്യുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും നാളെ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, സ്വാലിഹായ സന്താനം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു. ഇനി പെട്ടെന്ന് കടക്കാം വിഷയത്തിലേക്ക്. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തു കഴിഞ്ഞു. രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് 12 മര്യാദകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ
ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ട 12 അദബുണ്ട്. 12 അദബൊന്നും ഞാൻ പറയണില്ല, 3 എണ്ണം പറഞ്ഞുതരാം. 3 അദബ്, ഏറ്റവും കുറഞ്ഞത് ഇത് 3എങ്കിലും ചെയ്യണം. 1, നീ തുടങ്ങുമ്പോ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് പറ മനുഷ്യന്മാരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസ്മി പറഞ്ഞില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ? ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ എന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ? അനുവദിക്കണേ. ആ ചോദ്യം വെറുതെ അല്ല, ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവനെന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ ഇവക്കെന്ന്. ആ ചോദ്യത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിസ്മി പറയാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് ഭക്ഷണം തിന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറി തിന്നും, ഇല്ലേ? അപ്പോ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറയാതെ തുടങ്ങിയാൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കള് ശൈത്താന്റെ സ്വഭാവം കാണിക്കാനുള്ള കാരണം നീ ബിസ്മി പറഞ്ഞു തുടങ്ങിയില്ല, അതുകൊണ്ട് ഓനും കൂടെ കയറി. അതന്നെ. അപ്പൊ 2, ഒന്നാമത്തെ അഥവാ ഞാൻ ആരെയും ടെൻഷൻ എടുപ്പിക്കാൻ പറഞ്ഞല്ല. രണ്ടാമത്തെ കാര്യം, ഒരു ദുആ ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഞാൻ കെട്ടിയത് എനിക്കല്ലാതെ പിന്നെ ആർക്ക് കാണാനുള്ളതല്ലേ? എന്റെ പ്രിയമുള്ളവരെ, കാണാൻ പാടില്ല. സൂറത്തുൽ ആറാഫിന്റെ 38, 36 ആയത്തുകൾ എടുത്ത് നോക്ക്. പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു 1.5 മാസമായി. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും നാട്ടുകാർ മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറ്? എന്താ മനുഷ്യന്മാരെ ചോദിക്കാറ്? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും പയ്യനോടും എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? ഓ അടച്ചവനെ, ഒന്നും അറിയാത്ത മലക്കുകൾ, കഷ്ടമോ ഇല്ല. നിങ്ങളോടങ്ങ് ആരും ഒന്നും ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തറിയോ? വിശേഷമായില്ല. വിവാഹം കഴിഞ്ഞ ഏതൊരു ആണിനോടും പെണ്ണിനോടും 1.5 മാസം 2 മാസം കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും, വിശേഷമായില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയത്ത് ഒരു ഭർത്താവ് എന്തേ ചെയ്യേണ്ടത്? ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് 1.5 മാസമായി. പെട്ടെന്ന് ഇങ്ങനെ എരുമേലി നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോള് വരുന്നു. ഭാര്യ വിളിച്ചൊക്കെ ഓടി വായിക്കുക, അത്യാവശ്യം ഹോസ്പിറ്റലിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട്, പെട്ടെന്ന് വാ. എന്താ പെണ്ണെ? വാ, ഒന്നുമില്ല, വാ ഇങ്ങോട്ട് വാ. പെട്ടെന്ന് ഫോൺ. ഇവൻ പറന്നു പോവാ, ബൈക്ക് കൊടുത്തിട്ട് പാഞ്ഞങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാധനം അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവന് മനസ്സിലായി ഇവക്കൊന്നും പറ്റിയിട്ടില്ല, പഠിച്ചവന് പിന്നെ ആരാ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെണ്ണിനോട് ചോദിക്കുക, എന്തേ വിളിച്ചത്? ഇവള് ചിരിക്കുക. രണ്ടാമതും ചോദിച്ച്, എന്തേ പെണ്ണ്? ദേഷ്യത്തോട് എന്തേ? എന്നിട്ട് ഇവളെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടു. ആദ്യത്തെ പെണ്ണാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മണവാട്ടിയാണെങ്കിൽ അവളിങ്ങനെ ചിരിക്കും. പടച്ചോനെ. അപ്പോഴാണ് ഉമ്മാന്റെ അടുക്ക പോയി ചോദിക്കുക, എന്തേ ഉമ്മ അത്യാവശ്യം വിളിച്ചത്? അപ്പൊ ഉമ്മ പറയണൊരു മറുപടി ഉണ്ട്, മോനെ അവക്ക് വിശേഷം ഉണ്ടടാ, അവക്ക് വിശേഷം ഉണ്ടടാ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാര് ചെയ്യേണ്ടത് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് വാട്സപ്പ് അങ്ങോട്ട് എടുത്തിട്ട്, അടിയാ വൈകിട്ട് കാണണം, അവിടെ ലോട്ടറി അടിച്ച് ചെലവുണ്ടടാ. ഇതവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറുപ്പക്കാരെങ്ങനെ എങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? ഒരു ഭാര്യ എന്ത് ചെയ്യണം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 2 പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ പെണ്ണുങ്ങൾക്കും കണ്ടുപഠിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ 2 പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഏതാണ് ആ പെണ്ണുങ്ങളെന്നറിയുമോ? ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട്, ബൈതും ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയാ അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആസിയ. രണ്ടാമത് ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവേ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ മറിയം എന്ന പെണ്ണിനെ കണ്ടുപഠിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോ ഇതുപോലെ ഒരു പെണ്ണാകാ കാരണമെന്താ? അല്ലാഹുവേ, മറിയം ബീബിക്ക് ഇത്ര മഹത്വം കിട്ടാറുള്ള കാരണമെന്താ? എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്നു അല്ലാഹ്. അന്നങ്ങനായിരുന്നു പെങ്ങള്. ഹന്നത്ത് ബീബി പടച്ചുറപ്പിനോട് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിനക്കുള്ളതാ അല്ലാഹ്. ചില ചെറുപ്പക്കാര് ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാ, അല്ലാഹുവേ ആൺകുഞ്ഞാണെങ്കിൽ അവനെ ഹാഫിളാക്കണം ഉസ്താദ്. നല്ല നീയത്താ ചെറുപ്പക്കാരാ, മുൻഗാമികൾ ചെയ്ത നീയത്താ പൊന്നുപോര്. എന്റെ പ്രിയമുള്ള പെങ്ങള്, അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്ക് മനസ്സിലായാ നീ പറയേണ്ട കാര്യം എന്തെന്നറിയുമോ? യദൂലഹു ഔലാദൻ സ്വാലിഹാ. നീ ഒരു വാപ്പയാണെന്ന് തിരിച്ചറിയുമ്പോ പൊന്നുമോനെ നീ റബ്ബിനോട് പറയണമല്ലാ, ഇതിന് സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ അല്ലാ. എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളാക്കി തരണേ അല്ലാ. അങ്ങനെ ആക്കി തന്ന വനകൂന മിനശാകിരീൻ, ഞാൻ നിന്നോട് നന്ദി കാണിക്കും പടച്ചവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മോനെ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് പെങ്ങളെ ഭർത്താവ് അടുത്തില്ല, വിദേശത്താ, എങ്കിലും നീ പറയണം വയദൂലഹു ഔലാദൻ സ്വാലിഹാ, അതിനെ സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കളെ വെറുതെ കിട്ടൂല, സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല. അതുകൊണ്ട് നാലാമത്തെ കാര്യം, നിന്റെ ഭാര്യ ഗർഭിണിയായെന്ന് തിരിച്ചറിയുമ്പോ നീ അത് സ്വാലിഹായ സന്താനമാക്കി തരാറ് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഗർഭിണിയായി. ഒരു കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോൾ മുതലാണെന്ന് കേട്ടോ? ഒരു കുഞ്ഞിനെ നന്നാക്കേണ്ടത് പ്രസവിച്ചതിന് ശേഷമല്ല. ഉമ്മമാര് കേൾക്കാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ നന്നാക്കാൻ തുടങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കും, അതിനിപ്പം വയറ്റി കിടക്കണ കുഞ്ഞിന് ചിന്തിക്കാനും കഴിവും കാണാനൊക്കെ ഉണ്ടോ? കഴിയും മനുഷ്യ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഏതൊരു കുഞ്ഞ് ബുദ്ധിയുള്ളതാകട്ടെ ബുദ്ധിയില്ലാത്തതാകട്ടെ, ഏതൊരു കുഞ്ഞ് കരയുമ്പോഴും ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് താരാട്ട് പാടിയ കുഞ്ഞിന്റെ കരച്ചിൽ മാറും, കുഞ്ഞുറങ്ങും. ഇതെവിടെ നിന്ന് പഠിച്ചു? ആര് പറഞ്ഞു കൊടുത്തു? ഏതൊരു കുഞ്ഞ് കരഞ്ഞാലും കയ്യിലെടുത്ത് വെച്ച് ആട്ടിയ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഇങ്ങനെ കയ്യിൽ വെച്ച് ആക്കുന്നില്ല. ഇങ്ങനെ ആക്കുമ്പോ ഏത് കുഞ്ഞും കരച്ചിൽ നിർക്കും. ഇത് ഏത് ഉസ്താദ് പഠിപ്പിച്ചു? ഏത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു? ഏത് മാതാപിതാക്കൾ പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ആ കുട്ടി പഠിച്ചതാ. എങ്ങനെ പഠിച്ചു? നീ ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ വയറ്റിൽ വെള്ളമില്ലെന്ന്, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഗർഭപാത്രത്തിലെ വെള്ളത്തിനകത്ത് കടന്ന് ഈ കുഞ്ഞ് ആടി പഠിച്ചിട്ടുണ്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ, നീ ചരിഞ്ഞു കിടക്കുമ്പോ ഈ വയറിനകത്ത് കടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി ആടി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് കൊണ്ടാ ഉമ്മ നീ കയ്യിൽ വെച്ച് താരാട്ടാട്ടുമ്പോ നിന്റെ പൊന്നും മോനും മോളും ഉറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. 41 ദിവസമായി നീ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ അതേ സമയം അള്ളാഹു കാണാനും കേൾക്കാനും ഉള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നീ ചിന്തിച്ചോ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു 6ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അർത്ഥവും പഠിച്ചു. എങ്ങനെ പഠിച്ചു? 6 വയസ്സേ ഉള്ളൂ, നേഴ്സറി കൊണ്ട് ചേർക്കണ പ്രായം. 1ാം ക്ലാസ്സിൽ LKG ചേർക്കുന്ന സമയം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു, അർത്ഥവും പഠിച്ചു. ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉമ്മാടെ വയറ്റിൽ കിടന്ന് ഖുർആൻ പഠിച്ച മകനാ.
ഉമ്മാന്റെ വയറ്റിൽ കിടന്നിട്ട് ഖുർആൻ കേട്ട മകനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ ഇന്ന് ഏറ്റവും കൂടുതൽ കളിക്കണത് മൊബൈലിലാ. അതുകൊണ്ടാ 1.5 വയസ്സാകുമ്പോ വാപ്പ പൊക്കി തോളി വെക്കുമ്പോഴത്തേക്ക് വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പോകും മൊബൈൽ വെക്കുന്നത്. എങ്ങനാ നീ കുത്തിക്കുന്നത് കണ്ടുപിടിച്ചതാ? അവൻ വയറ്റിൽ കിടന്ന് കണ്ടിട്ടുണ്ട് ഉമ്മ എന്തോ ഒരു സാധനം ഇങ്ങനെ കുത്തിക്കളിക്കണത്, വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ കുത്തിക്കളിക്കണത്. അതുകൊണ്ടാ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് അവൻ പൊക്കണത്. നീ ഏറ്റവും കൂടുതൽ നിന്റെ ഭർത്താവ് പറയും റെസ്റ്റ് എടുത്തോ, തിന്നാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി മോളെ, കടന്നോ, TV ഫ്രണ്ടിൽ കൊണ്ടുവച്ചതരാ. നീ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാ നിന്റെ മക്കൾ ഇന്ന് കൊച്ചു ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേക്കാത്തത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെണ്ണുങ്ങളോട് പറയാ, നിന്റെ സ്വഭാവത്തിന്റെ 65% നിന്റെ മക്കൾക്കുണ്ടാകും. അതുകൊണ്ട് നീ നല്ലത് മാത്രമേ ചെയ്യാവൂ. നീ നിസ്കരിക്ക്, നീ ഖുർആനോദ്, നീ ദിക്റുകൾ പറ, സൽക്കർമ്മങ്ങൾ ചെയ്, നിന്റെ മക്കൾ നന്നാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.